ആലപ്പുഴ നഗരസഭയിൽ വുമൺ എംപവർമെന്റ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം നടന്നു. മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയായ മാർഗദീപം പദ്ധതി പ്രകാരം 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള 20,000 ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം സ്കോളർഷിപ്പ് നൽകുമെന്ന് ന്യൂനപക്ഷക്ഷേമ കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ നഗരസഭയിൽ നിർമ്മിക്കുന്ന വുമൺ എംപവർമെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിന് സമീപം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ പദ്ധതി നടപ്പിലാക്കാൻ ന്യൂനപക്ഷ വകുപ്പ് തയ്യാറായിട്ട് നഗരസഭയിൽ വുമൺ എംപവർമെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ സെന്റർ എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. 4 നിലകളിലായി 14,23 കോടി രൂപയാണ് ഈ കെട്ടിട നിർമ്മാണത്തിനായി സർക്കാർ ചെലവഴിക്കാൻ പോകുന്നത്. സ്ത്രീ ശാക്തീകരണമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ നഗരത്തിൽ ജോലി ചെയ്യുന്ന വനിതകളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് വരുന്ന സ്ത്രീകൾ ഒറ്റക്കാണെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം നഗരസഭ ഇതിൽ ഏർപ്പെടുത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. പി ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ആലസ് വർഗീസ്, നഗരസഭ അധ്യക്ഷ KK ജയമ്മ, വൈസ് ചെയർമാൻ PSM ഹുസൈൻ, നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, AS കവിത, നസീർ പുന്നയ്ക്കൽ, R വിനീത, കൗൺസിലർമാരായ സൗമ്യ രാജ്, അഡ്വക്കേറ്റ് റീഗോ രാജു, DP മധു തുടങ്ങിയവർ പങ്കെടുത്തു.